കാരണം ആ പയ്യനേക്കാളും ഇരട്ടി പ്രായമുള്ള ആളുകളെയാണ് അവൻ വട്ടത്തിലിട്ട് അല്ലെങ്കിൽ വേണ്ട പറ്റിച്ച് കാശുണ്ടാക്കുന്നത്. അതായത് ഈ പൊട്ടന്മാരായിട്ടുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം ബുദ്ധിയുള്ളവർ ഇവരെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞാവയുടെ തലയിൽ സ്കാനിംഗ് റിപ്പോർട്ടിൽ 6 മുഴ ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ എൻ്റെ കൈ കുഞ്ഞാവയുടെ തലയിൽ വെച്ചു. വിരലിൻ്റെ ഇടയിൽ കൂടി എന്തോ ഇങ്ങനെ പോകുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. ഈ സാധാരണ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ സാധാരണ കൈക്കകത്ത് ഒരു അസാധാരണമായ ദൈവശക്തി പ്രവഹിക്കുവാനിടയായി. നിങ്ങൾ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും. നിങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ പോകും. പക്ഷേ നിങ്ങളുടെ ഈ വാക്കും വിശ്വസിച്ച് എത്ര പേരായിരിക്കുമെന്നറിയോ? ദൈവമേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ, അല്ല എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അസുഖബാധിതരായിട്ട് മുമ്പിൽ കിടന്നുകൊണ്ട് ഈ കൈകൊട്ടി പാടുന്ന എത്രയോ പേരുണ്ടെന്നറിയോ? ഏറ്റവും കൂടുതൽ നിരീശ്വരവാദിയായിട്ടുള്ളവർ ഈ ക്ഷേത്രമായിട്ടും പള്ളിയായിട്ടും ബന്ധപ്പെട്ട് നടക്കുന്ന കമ്മിറ്റിക്കാരും അങ്ങനെയുള്ള ആളുകളാണ്. അവരങ്ങനെ ചെയ്യുമോ? ദൈവം ശിക്ഷിക്കുമെന്ന് അവർക്ക് 100% വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഈ കമ്മിറ്റിക്കകത്ത് കിടന്ന് വഴക്ക് പിടിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമോ? നിങ്ങൾക്ക് 100% അറിയാം ഈ ദൈവം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലെന്ന്. നിങ്ങൾ നമ്പർ 1 നിരീശ്വരവാദിയാണ്. പാസ്റ്റർ സജിത് ജോസഫ്, പാസ്റ്റർ ടിനു ജോർജ്, പിന്നെ ജൂനിയർ പാസ്റ്റർ എബി ഷാലോ. ഇവരെ നിങ്ങൾ പല സ്ഥലത്ത് വെച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സ്ഥലത്ത് വെച്ച് എല്ലാ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത്ഭുത രോഗശാന്തിയൊക്കെ നടത്തുന്നതായിട്ടൊക്കെ. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെന്നറിയോ? എബി ഷാലോ. ഒരു പയ്യനാണ്. ഇവനെ ഇഷ്ടപ്പെടാൻ കാരണം എന്നാണെന്നറിയോ? ഈ ചെറു പ്രായത്തിൽ ഇവൻ സമ്പാദിച്ച് കൂട്ടുന്നതിന് വല്ല കയ്യും കണക്കും ഉണ്ടോ? നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? കാരണം ആ പയ്യനേക്കാളും ഇരട്ടി പ്രായമുള്ള ആളുകളെയാണ് അവൻ വട്ടത്തിലിട്ട് അല്ലെങ്കിൽ വേണ്ട പറ്റിച്ച് കാശുണ്ടാക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്തൊന്നല്ല, ഏത് കാലത്തും ഏറ്റവും കൂടുതൽ വിപണന മൂല്യമുള്ള ഒരു ബിസിനസ്സാണ് ഭക്തി എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? അപ്പോൾ അവർ പണം സമ്പാദിക്കുക തന്നെ ചെയ്യും. അതായത് ഈ പൊട്ടന്മാരായിട്ടുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം ബുദ്ധിയുള്ളവർ ഇവരെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. എന്താ സംശയം? വല്ലവൻ്റെ കഷത്തിൽ കൊണ്ട് തല കൊണ്ട് വെച്ചിട്ട് ഞെക്കരുതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ ഞെക്കി പൊട്ടിക്കും. നമുക്ക് ഈ പയ്യൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. ഒരുപക്ഷെ ഈ പയ്യനെ അറിയത്തില്ല ഞാൻ എന്താ ഈ പറയുന്നതെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്കും അതൊരു ഉപകാരമാവും. ആളെ ഒന്ന് ബോധ്യമാവുമല്ലോ. കുഞ്ഞുവാവയുടെ തലയിൽ സ്കാനിംഗ് റിപ്പോർട്ടിൽ 6 മുഴ ഉണ്ടെന്ന് അവർ പറഞ്ഞു. സർജറിക്കായിട്ട് കടന്നു വരണം, കുഞ്ഞുവാവയെ വെന്റിലേറ്ററിൽ കിടത്തി സർജറി ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ വെച്ച് കുറേ കരഞ്ഞു. പ്രയർ ടവറിൽ പോയി ബ്രദറിനെ കണ്ടു. ബ്രദർ കുഞ്ഞുവാവയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 1ാമത്തെ ഹീലിംഗ് പ്രയറിൽ തന്നെ എൻ്റെ ശരീരത്തിൽ ഒരു തണുത്ത് മരവിച്ച അനുഭവം ഉണ്ടായി. ഉടൻ തന്നെ ഞാൻ എൻ്റെ കൈ കുഞ്ഞുവാവയുടെ തലയിൽ വെച്ചു. അന്നേരം ഈ മുഴ വൈബ്രേറ്റ് ചെയ്യുകയും വിരലിൻ്റെ ഇടയിൽ കൂടി എന്തോ ഇങ്ങനെ പോകുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. ഫസ്റ്റ് ഡോക്ടർ കുഞ്ഞാവയെ പിടിച്ച് തലയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു മുഴ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ നോക്കിയപ്പോഴും കാണാനില്ല, സർജറി ഇല്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. മെഡിക്കൽ സയൻസ് പറഞ്ഞു വെന്റിലേറ്ററിൽ വെച്ച് ഈ കുഞ്ഞിനെ സർജറി ചെയ്യണം. ഈ സാധാരണ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ സാധാരണ കൈക്കകത്ത് ഒരു അസാധാരണമായ ദൈവശക്തി പ്രവഹിക്കുവാനിടയായി. വിശ്വസിക്കുന്ന ഏവന്റെ മേലും തന്റെ ആത്മാവിനെ പകരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കണ്ടോ? ഇതിനൊക്കെ എന്താ പറയുക? ഇവർ ഈ കാണിക്കുന്നത് ശുദ്ധ അപകൃതരല്ലേ? അതായത് ഇവരൊരു മോട്ടിവേഷൻ ക്ലാസ്സോ അല്ല ദൈവവചനങ്ങൾ പറയുമോ എന്തെങ്കിലും ചെയ്തോട്ടെ, ആർക്കും ഉപദ്രവമില്ലാത്ത എന്ത് വേണം ചെയ്തോട്ടെ. ഇത് ഉപദ്രവമാണെന്ന് ഞാൻ പറഞ്ഞാലോ? കാരണം ഇവർ ഈ പറയുന്നത് അതുപോലെ തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും ആളുകൾ ഇതിനകത്തോട്ട് ചെന്ന് കയറുന്നത്. ഇത് സത്യമാണെന്നും വിചാരിച്ച്. പിന്നെ ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടായിക്കാണും. അതായത് നമ്മുടെ അയൽവക്കം പരിസരത്തൊക്കെ അസുഖം വന്നാൽ പോലും പിള്ളേരെ ഒന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരാരാ? ഇവരല്ലേ? എൻ്റെ പൊന്നു സോദര എബി ഷാലോമേ, നിനക്ക് നല്ല കഴിവുണ്ട്. നീ ഇതുപോലത്തെ ഈ ഉടായ്പ് പരിപാടി കാണിക്കാതെ നീ മോട്ടിവേഷനിലോട്ട് കിടക്ക്. നിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ നീ നല്ല പക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. ദൈവം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ, ആ വഴി ആർക്കെങ്കിലും ആശ്വാസം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെന്ന്. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ പരിപാടി നിർത്ത്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാരണം നിങ്ങൾ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും. നിങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ പോകും. പക്ഷെ നിങ്ങളുടെ ഈ വാക്കും വിശ്വസിച്ച് എത്ര പേരായിരിക്കുമെന്നറിയോ? ദൈവമേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ, അല്ല എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അസുഖബാധിതരായിട്ട് മുമ്പിൽ കിടന്നുകൊണ്ട് ഈ കൈകൊട്ടി പാടുന്ന എത്രയോ പേരുണ്ടെന്നറിയോ? അങ്ങനെ എത്ര മരണങ്ങളുണ്ടാവുമെന്നറിയാവോ? നിങ്ങൾ ഇങ്ങനത്തെ ഈ പോക്കൃത്തരം നിർത്ത്. ഞാൻ ഈ പയ്യൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കാണിക്കാം. അതിൻ്റെ അത് ദൈവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എന്നിരുന്നാലും പക്ഷേ അതിലൂടെ ആശ്വാസം നേടുന്ന ഒരുപാട് ആളുകളുണ്ട്.
അവർക്കത് ഓക്കെയാണ്. അത് ഞാൻ കേൾപ്പിക്കാം. പലതരത്തിലുള്ള റിജക്ഷൻസ് റിലേഷൻഷിപ്സിനകത്ത്, കുടുംബജീവിതത്തിനകത്ത്, ജോലി സ്ഥലത്തിൽ, ഇന്റർവ്യൂസ്, ബിസിനസ്സിനകത്ത്, മക്കളുടെ ഇടയിൽ പലപ്പോഴും റിജക്ഷൻസ് അനുഭവിക്കുമ്പോൾ നമ്മൾ അത് ഓർത്ത് നമ്മുടെ ജീവിതം നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥകളില്ല. സാധാരണ മനുഷ്യർ നിരാശപ്പെടും, സാധാരണ മനുഷ്യർ തോറ്റുപോകും, സാധാരണ മനുഷ്യർ ഒതുങ്ങിക്കൊടുക്കും. ദൈവം നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന പ്രകാരം നിരാശപ്പെടാനല്ല. റിജക്ഷൻസ് വരുമ്പോൾ മനസ്സിലാക്കിയാണ് അതൊരു റീഡയറക്ഷൻ ആണ്. നമ്മുടെ ജീവിതത്തിൽ തള്ളിക്കളയുന്ന അവസ്ഥകൾ, തോൽവികൾ വരുമ്പോൾ അത് ദൈവം നമ്മളെ വഴി തിരിച്ചുവിടുന്ന ഒരു തിരിവിന്റെ ഒരു സമയമാണ്, ഒരു പോയിന്റ് ആണ് എന്ന് തിരിച്ചറിയണം. ലോർഡ്, യു ഹാവ് എ ബെറ്റർ പ്ലാൻ. കണ്ടോ, ഈ സ്പീച്ചിനകത്ത് എന്താ കുഴപ്പം? ഈ ഒരു വാക്കുകൾ കൊണ്ട് ആൾക്കാർക്ക് ആർക്കെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നല്ല കാര്യമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവവിശ്വാസികളെ സംബന്ധിച്ച് അവർക്കൊരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാം ദൈവം തരുന്നതാണെന്നുള്ളതാണ് വിശ്വാസമാണ് അവർക്കുള്ളത്. അവരാ നിലയിലോട്ട് പോക്കട്ടെ. അപ്പോൾ അങ്ങനെ ആ ലെവലിൽ നിൽക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ആശ്വാസം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആയിക്കോ, നോ പ്രോബ്ലം. പക്ഷേ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, ദൈവമൊക്കെ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു അസുഖമോ കാര്യമോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ പോവുക തന്നെ വേണം. ആ രീതി വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. അല്ലാതെ എല്ലാം ദൈവത്തിലോട്ട് അർപ്പിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മോശമാണ്. ഏറ്റവും കൂടുതൽ നിരീശ്വരവാദിയായിട്ടുള്ളവർ ഈ ക്ഷേത്രമായിട്ടും പള്ളിയായിട്ടും ബന്ധപ്പെട്ട് നടക്കുന്ന കമ്മിറ്റിക്കാരും അങ്ങനെയുള്ള ആളുകളാണ്. കാരണം അവർ ദൈവം ഉണ്ടെന്ന് അവർക്ക് അത്ര വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ ഇവിടെ കിടന്നുകൊണ്ട് ഈ ഉടായ്പും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്ക് വീഴ്ത്തവും ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പരിപാടികളൊന്നും അവർ കാണിക്കത്തില്ല. അതായത് ദൈവം ഉണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ? ദൈവം ശിക്ഷിക്കുമെന്ന് അവർക്ക് 100% വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഈ കമ്മിറ്റിക്കകത്ത് കിടന്ന് വഴക്ക് പിടിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമോ? എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് 100% അറിയാം ഈ ദൈവം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലെന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഉടായ്പ് കാണിക്കത്തില്ല. നിങ്ങൾ നമ്പർ 1 നിരീശ്വരവാദിയാണ്. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ഇതിനകത്ത് ലാസ്റ്റ് പറഞ്ഞൊരു ഡയലോഗ് കറക്റ്റാണ്. നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ തലമുറയിൽ നിന്നും ഈ തിന്മ മാറത്തില്ല. കറക്റ്റാ. ഇതുപോലെ മനുഷ്യനെ പറ്റിച്ച് ഈ ഉടായ്പ് കാണിക്കുന്നവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് തിന്മ മാറുകയില്ല. ഇവനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എവിടെന്നെങ്കിലും പണി കിട്ടും. എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു കാര്യമാണ്, മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും എഴുതി തള്ളിയ കേസുകൾ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇങ്ങനെ ഈ ഊളത്തരം ഈ ഉടായ്പ് വിളിച്ച് പറയുന്ന ഇവരെ പിടിച്ചകത്തിടാനായിട്ട് ഇവിടെ നിയമവും കാര്യങ്ങളോ ഒന്നും ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു മതത്തിനെ വിമർശിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി അകത്തിടാനായിട്ട് ഇവിടെ നിയമമുണ്ട്. അതേസമയം ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ഇതുപോലെ പറ്റിച്ച് ജീവിക്കുന്ന ഇവരെപ്പോലെയുള്ളവരെ പിടിച്ചകത്തിടാനായിട്ട് ഇവിടെ നിയമമില്ല. അതെങ്ങനെ? 100 രൂപയ്ക്ക് 200 രൂപയ്ക്കും മുച്ചീട്ട് കളിക്കുന്നവരെ പിടിച്ചകത്തിടാനായിട്ട് ഇവിടെ നിയമമുണ്ട്. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പൈസ വന്ന് മറിയുന്ന ജംഗ്ലി റമ്മിക്ക് ഇവിടെ നിയമസാധ്യതയുണ്ട്. കലികാലം, അല്ലാതെന്ത്?